പറഞ്ഞു. എങ്ങനെയാണ് വേരിയേഷൻ വരുന്നത്? നമ്മളിപ്പോ ഗിയർ ബോക്സിൽ സ്പോർട്സ് മോഡ് ഉണ്ട്. ഓക്കെ. കാണിക്കില്ലേ? ഓ ഇല്ലല്ലോ, മുകളിലോട്ട്. പിന്നെ നമ്മളെ ഗിയർ ബോക്സിൽ നമുക്ക് ഓക്കെ ലൈറ്റ് ആവും. ഓക്കെ. നമ്മളെ ഗിയർ ബോക്സിൽ DUS ഉണ്ട്. DUS നമ്മൾ ES ഇട്ടാല് അത് നമ്മളെ ഗിയർ ബോക്സിലാണ് സ്പോർട്സ് മോഡ് ആക്ടിവേറ്റ് ആവുന്നത്. എന്ന് പറയുമ്പോൾ ഗിയർ റെവായി മാറും. ഇപ്പൊ നോർമൽ മോഡിലിട്ട 2000 RPM താഴെ ഗിയർ മാറിക്കൊണ്ടിരിക്കും. ഓക്കെ. അപ്പൊ അതിന്റെ ഇച്ചിരി എസൻസ് കിട്ടൂല വണ്ടിക്ക്, ആ ഒരു ഫുൾ പെർഫോമൻസിൽ വരത്തില്ല. നമ്മള് തന്നെ ഇപ്പൊ മാനുവൽ ഓടിക്കുമ്പോൾ നമ്മൾ ചവിട്ടി കയറ്റുമ്പോഴല്ലേ ആ ഒരു ഇത് കിട്ടണം. അതെ. ഈ എസ്സിൽ വീഴുമ്പോൾ എന്തെന്ന് പറഞ്ഞാൽ വണ്ടി ഒരു 4000, 4500, 5000 RPM പോയി ഗിയർ മാറാൻ തുടങ്ങും. അപ്പൊ കുറച്ചും കൂടെ ഒരു എസൻസ് വരും. ഓക്കെ. അതാണ് ഈ ഗിയർ ബോക്സിന്റെ ഒരു സ്പോർട്സ് മോഡ്. അത് ചുമ്മാ റെവ് മാത്രമേ കൂട്ടുള്ളൂ. ഓക്കെ. അല്ലാതെ എഞ്ചിനിൽ വ്യത്യാസം ഒന്നും വരില്ല. അപ്പൊ അടുത്ത് നമ്മൾ ആക്ച്വലി പവർ മോഡിന്റെ ഒരു വേരിയേഷൻ, ഈ പവർ മോഡാണ് സത്യത്തിൽ നമ്മളെ എഞ്ചിനിൽ ഒരു വേരിയേഷൻ വരുത്തുന്നത്. ഓക്കെ. അത് നമുക്ക് ഓടിക്കുമ്പോൾ തന്നെ മനസ്സിലായി. ഇപ്പം പല കാറുകളിലും ഓട്ടോമാറ്റിക്കൽ എസ് ഉണ്ട്. പക്ഷെ അതിൽ ജസ്റ്റ് റെവായി മാറിയുള്ളൂ, ആ എഞ്ചിനിൽ ഒരു വേരിയേഷൻ വരത്തില്ല. പക്ഷെ പവർ മോഡ് ഇട്ട് കഴിയുമ്പോൾ തന്നെ ഇപ്പൊ ഞാൻ ഈക്കോ മോഡിലാണ് കിടക്കണം. അതെ. ഇപ്പൊ ഞാൻ ആക്സിലറേറ്റ് ചെയ്യുമ്പോൾ കണ്ട ഒരു സാധാ ആക്സിലറേഷൻ ആണ്. ഇത് നോർമൽ ആയിരുന്നല്ലേ? ഇത് നോർമൽ. അയ്യോ. ഓക്കെ. പവർ മോഡ് ഇട്ട് ആക്സിലേറ്റർ ചെയ്യുമ്പോൾ കണ്ട അത് എഞ്ചിനിൽ വരുന്ന വേരിയേഷൻ. നമ്മളെ ഗിയർ ബോക്സിൽ എസ് ഇട്ടെന്ന് പറയുന്നത് കിട്ടത്തില്ല. ഓക്കെ. ഓക്കെ. എല്ലാ ഓട്ടോമാറ്റിക് വണ്ടിയിലും എസ് ഉണ്ട്, ഈ ഗിയർ ബോക്സിൽ എസ് ഉണ്ട്. പക്ഷെ അത് ചുമ്മാ റെവായി മാറേ ഉള്ളൂ. ഓക്കെ. ഈ പവറിലാണ് പുതിയ വണ്ടികളിലെല്ലാം പവർ മോഡും ഉണ്ട്, സ്പോർട്സ് മോഡ് എന്ന് പറഞ്ഞു വരും. എന്നാൽ ഇതിനകത്താണ് എഞ്ചിനിൽ ഒരു വ്യത്യാസം. അത് ഈ ടൊയോട്ടയുടെ വണ്ടികൾക്ക് മാത്രമാണ്? അല്ല, ഇപ്പോഴത്തെ എല്ലാ വണ്ടികളും മഹേന്ദ്രയിലും എല്ലാത്തിലും പവർ മോഡ് ഉണ്ട്. സിപ്പ് സാപ്പ് സൂം എന്നും പറഞ്ഞാണ് വരുന്നത്. ഓ അത് ശരി. ടയോട്ടയിലാണ് പവർ മോഡ് എന്നും പറഞ്ഞു വരുന്നത്. ബാക്കി എല്ലാത്തിലും. ഇതെന്താ കാട്ടു പന്നിയാ? ബ്രൈറ്റ് ഇട്ടോ? അത് പന്നി. പശു ആടാ. പോട്ടെ, അത് പൊക്കോളും. ആൾക്കാര് പേടിച്ചിരിക്കുക. പോട്ടെ. ചേട്ടൻ നിന്ന് മാസം കാണിക്കുകയാണ്. തിരിച്ചു വന്നാൽ ചേട്ടനൊക്കെ ആദ്യം ഓടുന്നു, കല്ലൊക്കെ എടുത്തെറിയാണ്. അണ്ണനാണ് ആദ്യം ഓടാൻ പോണ. ഓ ഇവ അടുത്ത വേങ്ങ. ഇത് ആനയെ ഫോൺ അടിച്ച് ഓട്ടിക്കാൻ. ഓക്കെ. ഇതെന്താ പന്തം കത്തിച്ചേക്കണ? നോർമൽ ആക്സിലറേഷൻ. ഓക്കെ. പക്ഷേ ഇപ്പൊ നമ്മള് പവറിലിട്ട് ഇത് ഹെഡ്ലൈറ്റ് ഏത് ബ്രോ ഇട്ടേക്കുന്ന? എന്റെ അമ്മ അവന്റെ പവറിലിടുമ്പോൾ അയ്യോ അതായിരുന്നു പൂച്ച. കൊലപാതകം കൂടെ ആവോ ഇന്ന്? അതാണ് വ്യത്യാസം കിട്ടിയത്. ഇപ്പൊ മനസ്സിലായി. ബ്രേക്ക് ചവിട്ടിയപ്പോഴേ കാല് കയറിടിച്ച്. ഓ ഇത് നോർമൽ. ഇത് ഗിയർ ഡൗൺ ചെയ്തെടുത്തോണ്ടാണ്. ആ ഒരു ഇത് എനിക്ക്. പക്ഷെ നേരത്തെ ഒരു സ്പോർട്സ് കാർ ഇരുന്നൊരു വൈബാണ് നേരത്തെ പാലത്തിനോട്. ഗിയർ ഡൗൺ ചെയ്താണ് എടുത്തത്. ഗിയർ ഡൗൺ ചെയ്തോണ്ടാണ് അത്. പക്ഷെ നമ്മൾ ഇങ്ങനെ ചെയ്തോളൂ, നമ്മളെ നെഞ്ച് വേനെടുക്കും. വണ്ടി ഓട്ടിക്കുന്നിട്ട് നെഞ്ച് കത്തും. ഓ അങ്ങനെ. ഓക്കെ. ഓക്കെ. അത് കൊള്ളാം കേട്ടോ വണ്ടി. വേറെ ബ്രോയ്ക്ക് ഈ 2.8-ലും 2.4-ലും എന്തെങ്കിലും വ്യത്യാസം തോന്നിയിട്ടുണ്ടോ? പിന്നെ അതൊരുപാട് വ്യത്യാസമുണ്ട്. 2.4 എനിക്ക് 130 HP ഉള്ളു. ഓക്കെ. ടോർക്കും വളരെ കുറവാണ്. ഇത് ഇച്ചിരി കൂടെ നല്ല ടോർക്കിയാണ്, HP കൂടുതലാണ്. ഇത് നമ്മളെ ഫോർച്യൂണറിൽ ഇരിക്കുന്ന സെയിം എഞ്ചിനാണ്, പക്ഷെ ഇത്തിരി ഡൗൺ ഗ്രേഡഡ് എഞ്ചിനാണ്. അതിൽ കൂടെ അപ്ഗ്രേഡ് ടൂൺ മാറ്റി വെച്ചേക്കണം. ഓ അതാണ് ആക്ച്വലി നമ്മളെ ഇൻസ്റ്റയിലൊക്കെ ഇൻഡോ സ്പെക് വണ്ടികൾ വരാറുണ്ടല്ലോ. അവര് ഫുള്ള് എടുത്ത് വെച്ചില്ല. ഓൾട്ടോ പണിയണമല്ലേ അവര് ഇന്നോവ പണിഞ്ഞു വയ്ക്കുന്നത് അല്ലേ? ഇത് എത്ര വോട്ടിന്റെ ലൈറ്റ് ഇട്ടേക്കുന്ന? 260. ഓക്കെ. ഓക്കെ. ബ്രോയ്ക്ക് അടുത്ത ജില്ലയും കാണണോ? ബ്രോ നമ്മളെ ഒരു ഫ്രണ്ട് ഉണ്ട്, പുള്ളിയുടെ ഒരു ഫോർച്യൂണർ ഉണ്ട്. 400 വട്ടം ഇട്ടേക്കണം. 400 വട്ടം. അതായത് നമ്മൾ ഈ വളവ് വളയൂലേ, അപ്പോഴേ ഞാൻ അപ്പുറത്തെ വളവ് എനിക്ക് കാണാൻ പറ്റി. റബ്ബറിന്റെ ഇടയിൽ കൂടെ അടിച്ച. ഓ അങ്ങനെ. കൊള്ളാം.